സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇത് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പ്രഥമഘട്ടം റഹ്മത്തിന്റെ പത്തിലൂടെയാണ് ഇപ്പോ കടന്നു പോകുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവ്വലുഹു റഹ്മ, ഇതിന്റെ പ്രഥമഘട്ടം റഹ്മത്തിന്റെ സന്ദർഭമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ്. മഹാന്മാര് അതുകൊണ്ടാണ് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് നിരന്തരമായി അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കിനി റഹ്മത്ത് ചൊരിയണമെന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചത്. ഈ മാസത്തിൽ മാത്രമല്ല അള്ളാഹുവിന്റെ റഹ്മത്തുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നത് എന്നും എപ്പോഴും എക്കാലത്തുമുള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ സൃഷ്ടിക്ക് പോലും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ കഴിയാൻ സാധ്യമല്ല. അത്രയും വിശാലമായി അള്ളാഹു തആല റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്തുള്ളത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നത് മല്ലാ യർഹമുന്നാസ ലാ യർഹമുഹുല്ലാഹു അസ്സ വജൽ, ജനങ്ങളോട് റഹ്മത്ത് ചെയ്യാത്ത, കാരുണ്യം കാണിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തില്ല. പിന്നെ റഹ്മത്ത് ലഭിക്കുന്നത് ആർക്കാണ്? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. റഹ്മത്ത് ജനങ്ങളോട് കരുണ കാണിക്കുന്ന, എല്ലാവരോടും കരുണാമയമായി ഇടപെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ, എന്നാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും റഹ്മത്ത് ചെയ്യുന്നതാണ്, കരുണ ചെയ്യുന്നതാണ്. ഇതിലൂടെയൊക്കെ അള്ളാഹുവിന്റെ അതിവിശാലമായ റഹ്മത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീം, ഈ അല്ലാഹ് എന്ന പ്രയോഗത്തിന് ശേഷം പിന്നീട് അള്ളാഹുവിന്റെ രണ്ട് അതിപ്രധാനമായ വിശേഷണങ്ങളാണ് പടച്ച റബ്ബ് പറയുന്നത്. റഹ്മാൻ, റഹീം, ഇത് രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിനൊരുപാട് വിശാലാർത്ഥങ്ങളുണ്ട്. എന്നാൽ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൽ നിരവധി പ്രാവശ്യം, 100-ലധികം പ്രാവശ്യം അള്ളാഹുവിന്റെ റഹ്മത്തിനെ അറിയിക്കുന്ന ഈ പദങ്ങളെ പ്രയോഗിച്ചിട്ടുള്ളത്? അതിന് മഹാന്മാരായ മുഫസ്സിറുകൾ മറുപടി നൽകുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യരായ നമ്മൾ അള്ളാഹുവിലേക്ക്, അവന്റെ റഹ്മത്തിലേക്ക് നിരന്തരമായി ആവശ്യമുള്ളവരാണ് എന്ന് അറിയിക്കൽ കൂടെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, അല്ലാഹു തആല ഇത്രത്തോളം കൂടുതൽ റഹ്മത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ അള്ളാഹുവിന്റെ ആ മഹത്തായ സ്വഭാവം ജനങ്ങളിലും ഉണ്ടാവണം, സൃഷ്ടികളിലും ഉണ്ടാവണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ഈ വിഷയത്തിൽ കൂടുതലായി ബദ്ധശ്രദ്ധയുണ്ടാവണം എന്ന അറിയിക്കൽ കൂടെ ഇതുകൊണ്ട് ലക്ഷ്യമുണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തആല വിശാലമായി ഒരു പരിധിയുമില്ലാതെ വിവേചനമില്ലാതെ ഈ നൽകുന്ന കാരുണ്യം ഒരാൾ വേണ്ടെന്ന് വെച്ചാലോ അവനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല എന്ന് തന്നെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾക്കൊരു സ്വപ്ന ദർശനമുണ്ടായി. ആ സ്വപ്ന ദർശനത്തിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അതുപോലെ കാരുണ്യം തടയുന്നവരെ സംബന്ധിച്ചും ഒരു ഉപമ പറയുകയാണ്. എന്താണ്? ഹബീബായ തങ്ങൾ കാണുന്ന സ്വപ്നം, ഒരാൾ ഒരു വലിയ വീട് പണിയുകയാണ്. ആ വീട് പണി പൂർത്തിയായതിന് ശേഷം വീട്ടിലൊരു സദ്യ വെച്ചു. അതിലേക്ക് ഒരുപാട് ആളുകളെ മുഴുവനും ക്ഷണിക്കാൻ വേണ്ടി ഒരു ദൂതനെ എല്ലാവരിലേക്കും അയക്കുകയാണ്. ആ ദൂതന്റെ ക്ഷണം സ്വീകരിച്ചവർ മുഴുവനും വീട്ടിലേക്ക് കടന്നിരിക്കുന്നു, സദ്യ കഴിക്കുന്നു. എന്നാൽ ദൂതന്റെ ക്ഷണം വിസമ്മതിച്ചവരും നിസ്സഹകരണം പ്രഖ്യാപിച്ചവരും അവർ യഥാർത്ഥത്തിൽ വീട്ടിൽ കടന്നു വരുന്നില്ല, അവർക്ക് സദ്യം ലഭിക്കുന്നില്ല. ഏതാണ് ഈ വീട്? ഈ വീട് മനുഷ്യകുലത്തിന്റെ തറവാടാകുന്ന സ്വർഗമാണ്. ആ സ്വർഗമാകുന്ന വലിയ വീടിന്റെ പണി കഴിപ്പിച്ചത് ആരാണ്? അത് യജമാനനായ അള്ളാഹുവാൻ. എന്നാൽ ഈ മഹത്തായ വീട്ടിലുള്ള സദ്യക്ക് ക്ഷണം നടത്തുന്നത് ആരാണ്? അത് യജമാനനായ അല്ലാഹു തആല പറഞ്ഞയച്ച ദൂതനായ ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതായത് വീട്ടിലേക്ക് ക്ഷണിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്നാൽ ക്ഷണം വിസമ്മതിച്ചവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് തടയപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അല്ലാഹു തആല അവന്റെ റഹ്മത്ത് എല്ലാവർക്കും കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. നമുക്കൊക്കെ പലപ്പോഴും പറയാനുള്ളത്, ഒരുപാട് തെറ്റുകൾ ചെയ്തു,
ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു, അപാകതകൾ വന്നു. ഈ തെറ്റുകുറ്റങ്ങളും അപാകതകളും മുഴുവനും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് തടയാൻ ഒരു കാരണമാണോ? അല്ല അല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം എല്ലാത്തിനേക്കാളും വിശാലമാണ്. എത്ര വലിയ തെറ്റുകാരന്റെയും എത്ര വലിയ ധിക്കാരിയുടെയും അധർമ്മകാരിയുടെയും അവരുടെ എല്ലാ ദുഷ്പ്രവർത്തനത്തെക്കാളും വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം. അതുകൊണ്ട് അതിൽ ആശയമുറിയാൻ പാടില്ല. എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ബോധവാന്മാരാവണം. അതുകൊണ്ടാണ് ഹബീബായ നബി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്തിറക്കിയത് തന്നെ. എന്താണ് ആയത്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഹബീബായ തങ്ങളെ അങ്ങ് സമുദായത്തോട് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകുറ്റങ്ങൾ സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്തു വരുന്ന എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശമുറിയാൻ പാടില്ല. കാരണം ഇന്നല്ലാഹു യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ കൂടുതൽ ദോഷങ്ങൾ പൊറുക്കുന്നവനും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കൂ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാൻ. അപ്പൊ തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ ആയത്തിറങ്ങുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാമായ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ വഹ്ശി എന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി നിൽക്കുമ്പോ വഹ്ശിയുടെ ഒരു ചോദ്യമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ് ഞാൻ. ഒരുപാട് തെറ്റെന്ന് പറഞ്ഞാൽ കൊലപാതകം നടത്തിയിട്ടുണ്ട്, ശിർക്ക് ചെയ്തിട്ടുണ്ട്, വ്യഭിചാരിയാണ്, ഇങ്ങനെ തുടങ്ങി ഇത്തരം തെറ്റുകളൊക്കെ ചെയ്തവനാണ്. അത്തരം ആളുകളെ നരകത്തിലേക്കുള്ളതാണെന്നാണല്ലോ മുഹമ്മദ് നിന്റെ വാദം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വല്ല ഇളവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ വിശുദ്ധ വാക്യം ഇറങ്ങുന്നത്. അല്ലാഹു തആല എല്ലാ തെറ്റുകുറ്റങ്ങളും അത് അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് റഹ്മത്തിനെ തൊട്ട് ആശമുറിയണ്ട എന്ന് പറഞ്ഞത് വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കുക. നമ്മുടെ തെറ്റുകളും അപാകതകളും വീഴ്ചകളും എല്ലാം അല്ലാഹു തആല പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിന്റെ റഹ്മത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക, അത് മുറിയാൻ പാടില്ല. എന്നാൽ എനിക്ക് എന്ത് തെറ്റുകൾ ചെയ്താലും എത്ര ദോഷം ചെയ്താലും അല്ലാഹ് പൊറുക്കും, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യട്ടെ എന്നൊരു ധിക്കാര സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല നമുക്കെല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ. അവന്റെ റഹ്മത്ത് വിശാലമായി അല്ലാഹു തആല ഓശാരമായി അല്ലാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. www.hubburrasool.net